വിഷ്ണുട്ടാ, വിഷ്ണുട്ടൻ പോയിട്ടോ. ഇവിടെ ഇപ്പൊ അനു ഉണ്ടല്ലോ. ഓഫീസില് ADM ജോൺ എബ്രഹാം ചാർജ് എടുത്തു. ശാലിനി മേഡം എത്തുന്നത് വരെ ADM-നായിരിക്കും ചാർജ്. അപ്പൊ യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ജപ്തി നടപടികൾക്ക് വേണ്ടി അവർക്ക് കളക്ടർ ശാലിനി വിഷ്ണുവിനെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. ഈ പറയുന്ന ജോൺ എബ്രഹാം സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും വലം കയ്യ. അവിടെ ഇനി പലതും നടക്കും മാഡം. അതിനുള്ള അച്ചാരം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ജോൺ എബ്രഹാം എൻട്രി ആയിരിക്കുന്നത്. അതിന്റെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണുട്ട, ഇനി ഒട്ടും വൈകിക്കേണ്ട. ജോൺ എബ്രഹാം കൂടി വന്ന സ്ഥിതിക്ക് ഇനി ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം. സാറ് പോയിട്ടോ. മാഡത്തിന്റെ അടുത്ത് ഞാനിപ്പോ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ചോളാം. ഈ 2 മെഡിസിനും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. എടോ, ഇതാണ് ഞാൻ പറഞ്ഞ പോകുന്നില്ലെന്ന്. ഇവിടെ ആവശ്യങ്ങൾ വരില്ലേ? ഞാനേ ഇത് വാങ്ങിച്ചിട്ട് വരാം. പോരെ? അനു, ചമ്പാട് എസ്റ്റേറ്റിലേക്കുള്ള നമ്മുടെ യാത്രയടക്കം ADM ജോൺ എബ്രഹാമിന്റെ എൻട്രി വരെ വളരെ ബ്രില്യൻ്റ് ആയ ഒരു പോലീസ് ഓഫീസറുടെ കൃത്യമായ തിരക്കഥയാണ്. ഇനി ഈ തിരക്കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ട്. അത് സത്യാമ്മയുടെ വീടിന് മുന്നിൽ അരങ്ങേറാൻ പോകുന്നത്. നാട്ടുകൂട്ടം പോലെ മുറ്റത്ത് സത്യാമ്മയുടെ അധ്യക്ഷതയിൽ നാട്ടുകാർക്കിടയിലെ തർക്ക പരിഹാര കോടതി നടത്തിയിരുന്ന വീടാ അത്. സത്യാമ്മ പറയുന്നതിനനുസരിച്ച് ശിക്ഷാവിധികൾ സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാര് കോടതി പോലെ ബഹുമാനിച്ചിരുന്നൊരു വീട്. ആ വീട് നഷ്ടപ്പെടലിന്റെ വക്കോളത്തിൽ നിൽക്കുന്ന. സത്യാമ്മ പിടിച്ചു നിൽക്കും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കഴിവുമുണ്ട്. പക്ഷെ അച്ഛനെ ഒഴുക്കിൽ നീന്തി എത്താൻ പാടാ. അച്ഛന്റെ കാര്യത്തില് എനിക്ക് പേടിയുള്ളൂ. അതുകൊണ്ടാണ്